ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നത് ഒരു സാധാരണ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയാണ്. ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകുക തന്നെ വേണം. പത്രമാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളുടെ മറ്റ് ശാഖകളും പലപ്പോഴും ഇത്തരം ദിവസങ്ങൾ അവരുടെ വാക്ചാരുര്യത്തിൻ്റെയും മറ്റ് പുതിയ ഐഡിയാസ് ട്രൈ ഔട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ടെന്നും ശരി തന്നെയാണ്. പക്ഷേ ഇത്തവണത്തെ ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം പ്രത്യേകിച്ച് പത്രങ്ങൾ ചെയ്ത കാര്യം നമുക്ക് വളരെ ആശങ്ക ഉയർത്തുന്ന കാര്യങ്ങളാണ്. ഒന്ന്, യാതൊരു ചോദ്യങ്ങളുമില്ലാത്ത ഒരു പത്രസംസ്കാരം. ഒരു പത്രധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രധർമ്മം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സംശയങ്ങൾ ഉന്നയിക്കുക എന്നൊരു വളരെ പ്രധാനപ്പെട്ട കർത്തവ്യം നമ്മുടെ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും നിർവഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ ഇലക്ഷനിലേക്ക് കടന്ന ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇലക്ഷന് മുമ്പ് തന്നെ വളരെയധികം സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് SIRലൂടെ ഏകദേശം 68-70 ലക്ഷത്തിനടുത്ത് ആളുകളെ വോട്ടേഴ്സിനെ പേര് നീക്കം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണ ഇലക്ഷൻ നടന്നത് എന്ന് മാത്രമല്ല, മറ്റ് പല കാര്യങ്ങൾ ഇലക്ഷൻ്റെ ടോട്ടൽ മൊത്തമായിട്ടുള്ള വോട്ടറുടെ എണ്ണത്തിലും ചില സംശയങ്ങൾ പ്രതിപക്ഷ പാർട്ടി ഉന്നയിച്ചിരുന്നു, കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ ചില വക്താക്കൾ അവരുടെ എക്സ്പ്ലനേഷനുമായിട്ട് വന്നു. അതായത് അവസാനത്തെ ഇലക്ഷൻ തൊട്ട് 10 ദിവസം മുമ്പ് വരെ ഈ പട്ടികകളെല്ലാം അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ പറ്റുമെന്നും അതുകൊണ്ടാണ് വ്യത്യാസം വന്നതെന്നും അവർ പിന്നീട് ഇലക്ഷന് ശേഷം സംശയം ഉന്നയിച്ചപ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങൾ അവർ വെളിവാക്കിയത്. ഇത് സത്യമാണെന്ന് നമുക്കറിയില്ല, ഇത് അവരുടെ വേർഷനാണ്. പക്ഷേ വോട്ടേഴ്സ് പട്ടിക ഡിലീറ്റ് ചെയ്തെന്നുള്ളത് ഇപ്പോഴും വളരെ വലിയൊരു ദുരൂഹതയായിട്ട് തുടർന്ന് നിൽക്കുകയാണ്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ SIR എന്നുള്ള ഇപ്പോൾ കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും, അതായത് മാർച്ചിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്ന പല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലും ഇത് വ്യാപിച്ചിരിക്കുന്ന സമയത്ത് വളരെയധികം ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് ബീഹാർ ഇലക്ഷനിലേക്ക് പോകുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന ഇത്രയും ഒരു മൃഗീയ ഭൂരിപക്ഷത്തോടുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ ഏറ്റവും പ്രഥമ കർത്തവ്യം അത് ജയഭേരി മുഴക്കി സ്വീകരിക്കുകയാണോ അതോ ചോദ്യങ്ങൾ ചോദിക്കുകയോ എന്നുള്ളതാണ്. പത്രമാധ്യമങ്ങളെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നതെങ്കിലും കേരളത്തിൽ ടെലിവിഷൻ ചാനലുകളും ഇതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. നമ്മൾ ഗോദി മീഡിയ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന പല നാഷണൽ ചാനലുകളെ പോലെ തന്നെയാണ് മലയാളത്തിലെ പല ടെലിവിഷൻ ചാനലുകളും പല നിരീക്ഷകരും പെരുമാറിയെന്നതിലും സംശയമില്ല. ഇവരെല്ലാം സംസാരിക്കുന്നത് കേട്ടപ്പോൾ ബീഹാർ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് തോന്നുന്നു. ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതല്ലേ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കടമ. അത് അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലും ചോദ്യം ചെയ്തുകൊണ്ട്, അതുപോലെ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് അതുപോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് നമ്മുടെ പല ടെലിവിഷൻ ചാനലുകളിലും അന്നേ ദിവസം ചെലവഴിച്ചത്. മാതൃഭൂമി പത്രം ഇതിഹാസം എന്ന വാക്ക് പ്ലേ ചെയ്തുകൊണ്ട് നിതിഹാസം എന്ന തലക്കെട്ടാണ് അന്ന് കൊടുത്തത്. മനോരമ എനിക്ക് തോന്നുന്നു പറഞ്ഞത് ബിഗ് JP, അത് BJPക്ക് ഒരു ബിഗ് JP എന്നും JDU, അത് JDU എന്നുള്ളതിനെ കുറെ ചേർത്ത് JDU, അത് വിജയിച്ചു എന്നുള്ള രീതിയിൽ. അപ്പം ഇത് അവരറിഞ്ഞോ അറിയാതോ മനഃപൂർവ്വം ചെയ്താണെന്ന് പറയുന്നതല്ല, അറിഞ്ഞോ അറിയാതെ അരാഷ്ട്രീയമായ ഇത്തരം തലക്കെട്ടുകളിലൂടെയും ഇത്രയും കവറേജിലൂടെയും അറിഞ്ഞോ അറിയാതെ സ്ഥാപിച്ചത് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് അവർ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അംഗീകരിക്കുന്ന തെറ്റില്ല. ഒരു ജനാധിപത്യത്തിൽ ഇലക്ഷൻ്റെ റിസൾട്ട് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കടമ ഒരൊറ്റ ചോദ്യം പോലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കവറേജിനിടയിൽ. അതുമാത്രമല്ല ഇതിൻ്റെ പല ഇൻ്റർപ്രിട്ടേഷൻസും, അതായത് ചെറുപ്പക്കാർ, വനിതകൾ BJPക്ക് പൂർണ്ണമായി വോട്ട് ചെയ്തു. ഇത് തന്നെ പറയുന്നത് പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്ത്രീകളെ കൂടി അവമാനിക്കുന്നതാണെന്ന് ഈ പത്രക്കാർക്കും ഈ വിശകലനം ചെയ്യുന്നവർക്കും മനസ്സിലാകാൻ തോന്നുന്നു. അതായത് 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബീഹാറിലെ സ്ത്രീകളെ ഒന്നടങ്കം വിലയ്ക്ക് വാങ്ങാൻ ഒരു പാർട്ടിക്ക് വരും 10,000 രൂപ, അവിടെ വലിയ തുകയാണെന്നും അതുകൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് പറയുന്ന ആ നരേറ്റീവ് തന്നെ തെറ്റായ ഒരു നരേറ്റീവാണ്. അത് ഗവൺമെൻറ് ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്നതിന് സെപ്റ്റംബർ 26-ാം തീയതി തൊട്ട് തുടങ്ങി ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അനൗൺസ് ചെയ്യുകയും ഈ സ്കീം, ഈ വനിതകൾക്ക് ഈ പൈസ കൊടുക്കുന്ന സ്കീം അനൗൺസ് ചെയ്യുകയും ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വന്നതിന് ശേഷം 2 ഗഡുക്കളായി പൈസ കൊടുക്കുകയും ചെയ്തു, 2 അതിൽ കൂടുതൽ ഗഡുക്കളായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എത്തിക്കൽ ഒരു ക്വസ്റ്റ്യൻ, ലീഗലായിട്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നില്ലായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ എത്തിക്കലായിട്ടൊരു ക്വസ്റ്റ്യൻ അത് പത്രങ്ങൾ ഉയർത്തേണ്ടതായിരുന്നു. അത് മാത്രമാണ് പത്രങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഇതുകൊണ്ട് അവരെ വിലയ്ക്ക് വാങ്ങിയെന്ന് നമ്മൾ പറയുമ്പോൾ വനിതകളുടെ രാഷ്ട്രീയ ബോധമില്ലാത്ത എന്തു വില കൊടുത്തും വാങ്ങാൻ പറ്റുന്ന ഒരു കമ്മോഡിഫിക്കേഷൻ, ഒരു കമ്മോഡിറ്റി ആയിട്ട് കൂടി നമ്മൾ റെഡ്യൂസ് ചെയ്യണമെന്നുള്ള കാര്യം ഈ പത്രങ്ങളും ഈ നമ്മുടെ വളരെ വിദഗ്ധരായ വിശകലനം ചെയ്യുന്നവരും ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചതെന്നുള്ള കാര്യം സംശയമുണ്ട്. ഇത് മാത്രമല്ല,
പല പത്രങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഇത്ര വളരെ ഭൂരിപക്ഷത്തിൻ്റെ മറ്റൊരു വശം, മറ്റൊരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഈ SIR എന്നതിൻ്റെയും വോട്ട് ചോരി എന്ന് കോൺഗ്രസ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾക്കും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് വോട്ടേഴ്സ് തെളിഞ്ഞിരിക്കുന്നു. അതായത് ഇത്തരം അജണ്ടകൾ നിലം പരിശായി ഇനി ഈ ചോദ്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന രീതിയിൽ അതെങ്ങനെ നമുക്ക് പറയാനാകും? ഒരു ഇലക്ഷൻ കൊണ്ട് ഒരിക്കലും നമ്മൾ പറയുമ്പോൾ ഒന്നും ഒരു വിശദീകരിക്കപ്പെടുന്നില്ല, ഒരു തെറ്റും വിശദീകരിക്കപ്പെടുന്നില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അമേരിക്കയിൽ ഉണ്ടായ വാട്ടർഗേറ്റ് സ്കാൻഡൽ. വാട്ടർഗേറ്റ് സ്കാൻഡൽ ഉണ്ടാകുന്നത് 1972 ആ മോഷണ ശ്രമം എന്ന് വാട്ടർഗേറ്റ് ഹോട്ടലിൽ നിക്സൺ അയച്ച ആളുകൾ ആ ഹോട്ടലിൽ കയറി മോഷണ ശ്രമം നടത്തുന്നത് 1972. അന്ന് ഒരു പത്രം മാത്രം, വാഷിംഗ്ടൺ പോസ്റ്റ് മാത്രമാണ് ഇത് വളരെ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന രീതിയിൽ അത് കവർ ചെയ്യുകയും മറ്റ് പത്രങ്ങൾ, ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മറ്റ് പത്രങ്ങൾ അത് വെറും ഒരു മോഷണ ശ്രമമായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്തു. എന്നിട്ടും വാഷിംഗ്ടൺ പോസ്റ്റ് ഒറ്റയ്ക്ക് ഈ പത്രം ഈ സ്റ്റോറിയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം അതേ വർഷം നവംബറിൽ നിക്സൺ വീണ്ടും റീഇലക്ഷൻ നിൽക്കുകയും മൃഗീയമായ ഭൂരിപക്ഷത്തോടെ, അതായത് ഒരിക്കലും ഒരു ലാൻഡ്സ്ലൈഡ് വിക്ടറിയോടുകൂടിയാണ് നിക്സൺ തിരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അന്ന് വാഷിംഗ്ടൺ പോസ്റ്റിന് നേരെ അവരുടെ നിക്സൻ്റെ രാഷ്ട്രീയ കൂട്ടാളികളും മറ്റ് പത്രങ്ങളും പലരും പറഞ്ഞു, ജനങ്ങൾ ഈ വാട്ടർഗേറ്റ് എന്ന് പറയുന്ന സ്കാൻഡൽ അത് അംഗീകരിച്ചിട്ടില്ല, ഈ വാട്ടർഗേറ്റ് സ്കാൻഡൽ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിക്സൺ ഇത്ര വലിയ ഈ വാഷിംഗ്ടൺ പോസ്റ്റ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടും നിക്സൺ മൃഗീയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വന്നു. പക്ഷേ അതിലൊന്നും വശം വരാകാതെ വാഷിംഗ്ടൺ പോസ്റ്റ് 783 ദിവസം, അതായത് 783 ദിവസം ഈ സ്റ്റോറി അവർ പെർസ്യൂ ചെയ്തു. അത് അവർ ഓരോ ദിവസവും 783 ദിവസവും വാട്ടർഗേറ്റിനെ കുറിച്ച് സ്റ്റോറി ചെയ്യുകയും ഒടുവിൽ നിക്സൺ 1974 ഓഗസ്റ്റ് 8 നിക്സൺ രാജിവെക്കുകയും ചെയ്തു എന്നുള്ള വലിയൊരു സത്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് തെളിയിക്കുന്നത് ഒരു ഇലക്ഷനിൽ ഒരു പാർട്ടി തോക്കുകയോ ഒരു പാർട്ടി ജയിക്കുകയോ കൊണ്ട് ഒരു ആരോപണം ശരിയായപ്പെടുന്നുമില്ല, ആ ആരോപണം നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകുന്നുമില്ല, ആ ചോദ്യങ്ങൾക്ക് അവിടുത്തെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിയാതെ ഇതൊന്നും നമ്മുടെ പത്രങ്ങളെ നമ്മളാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. വളരെ പാരമ്പര്യം ആവശ്യപ്പെടുന്ന 100 വർഷത്തിലൂടെ കൂടുതൽ പഴക്കമുള്ളതാണ് നമ്മുടെ ഈ പറഞ്ഞ പത്രങ്ങളെല്ലാം. അപ്പോൾ ഇവർക്ക് ഇതൊന്നും മനസ്സിലാകാത്ത, ഇതൊന്നും ഓർമ്മയില്ലാതെ എന്ത് രീതിയിലാണ് ഇവർ ജയഭേരി മുഴക്കി ഈ വിജയത്തിനെ നോർമലൈസ് ചെയ്തതെന്നുള്ളത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നുള്ളത് ആലോചിക്കേണ്ടത് വായനക്കാരാണ്. അപ്പോൾ ഈ പ്രശ്നത്തിൽ പലയധികം സംശയങ്ങൾ. അപ്പോൾ ഇനിയും സംഭവിക്കാൻ പോകുന്നത് പത്രങ്ങൾ ഇപ്പോൾ തന്നെ പല കാര്യങ്ങളും പ്രതിപക്ഷത്തിന് വേണ്ടി ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. പത്രം ചെയ്യേണ്ട കാര്യമാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. നമ്മുടെ പത്രങ്ങൾ ആവശ്യത്തിലധികം പണവും റിസോഴ്സസുമുള്ള പത്രങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കർണാടകയിലും ഹരിയാനയിലും മറ്റ് സ്ഥലങ്ങളിലും ചെയ്തത്. അപ്പോൾ ഇനിയും പത്രങ്ങൾ കാത്തിരിക്കും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ അല്ല മറ്റേതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി അവരുടെ പൈസയും ആളുകളെയും ഉപയോഗിച്ച് 6-7 മാസമെടുത്ത് ഈ കണക്കുകളെല്ലാം വീണ്ടും പുറത്തു കൊണ്ടുവരും, മറ്റ് കണക്കുകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അത് ആഘോഷിക്കുന്നില്ലായിരിക്കും. അതിനെക്കുറിച്ച് ഈ സ്റ്റെനോഗ്രാഫി ചെയ്യുമ്പോൾ കാർബൺ കോപ്പിയിൽ റിപ്പോർട്ട്സ് പ്രസിദ്ധീകരിക്കും പോലെ ഇവർ വീണ്ടും പ്രസിദ്ധീകരിക്കും. അതാണല്ലോ ചെയ്തത്. കർണാടകത്തിലെ വോട്ട് ചോരിയും ഹരിയാനയിലെ കാര്യവും പറഞ്ഞ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ അതേപടി പ്രസിദ്ധീകരിക്കണം. എന്നാൽ ചില മാധ്യമങ്ങൾ അവരുടെ സ്വന്തം നിലയിൽ ഈ സ്റ്റോറി ഫോളോ അപ്പ് ചെയ്തു എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഇതിനകത്ത് വേറെ നടന്നത്, അതേ ദിവസം സംഭവിച്ച 2 കാര്യങ്ങൾ കൂടി വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വന്ന അന്ന് രാത്രി ആസാമിലെ ഒരു മന്ത്രി, BJP ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി ഒരു ട്വീറ്റ് എക്സിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്തു. അത് പറഞ്ഞത് ബീഹാർ അപ്രൂവ്സ് ഗോബി ഫാമിംഗ്, അതായത് ബീഹാർ മുട്ടക്കോസ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ ഒരു ട്വീറ്റ്. അത് കണ്ടാൽ വളരെ നിരുപദ്രവമായി എനിക്ക് തോന്നുന്നത്. കാര്യം 4-5 വാക്കുകളെ പറഞ്ഞുള്ളൂ. ബീഹാർ അപ്രൂവ്സ് ഗോബി ഫാമിംഗ്. അതായത് ഇതിനകത്ത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ടോ വെറുപ്പിൻ്റെ യാതൊരു മെസ്സേജുമില്ല. പക്ഷേ എന്താണ് ശരിക്കും നടന്നത്? ഇതൊരു ഡോഗ് വിസിലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് 1989 രാമജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ പീക്കായിട്ട് നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും വളരെയധികം ടെൻഷനും വളരെയധികം സിറ്റുവേഷൻ ഫ്രോട്ടായിട്ടുള്ളൊരു സമയത്ത് 1989 ഭഗൽപൂരിലെ ലൊഗൈൻ എന്ന ഗ്രാമത്തിൽ ഒരു വലിയ വർഗീയഹത്യ നടന്നു. ഭഗൽപൂരിൽ തന്നെ വർഗീയഹത്യ നടന്നു. 1000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ലൊഗൈൻ എന്ന ഗ്രാമത്തിൽ 116 മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും അതിനുശേഷം മൃതദേഹം മറവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഈ മുട്ടക്കൂസ് നടുകയാണ് ചെയ്തത്. അപ്പം ഈ മന്ത്രി പറയാതെ പറയുന്നത് ബീഹാർ അങ്ങനെ ഒരു പോളിസി, അതായത് ഒരു വർഗീയ ഒരു വംശഹത്യ
വേണ്ടി ഈ ഇലക്ഷൻ റിസൾട്ടിലൂടെ ബീഹാർ വംശഹത്യയ്ക്ക് അപ്രൂവ് ചെയ്യുന്നു എന്ന് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ട്വീറ്റാണെന്ന് പലരും അത് സോഷ്യൽ മീഡിയയിൽ കംപ്ലയിൻറ്റ് ചെയ്യും. നിങ്ങൾ ആരെങ്കിലും ഇന്ന് ഏതെങ്കിലും മലയാള പത്രത്തിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ബീഹാർ റിസൾട്ട് പോലെ പ്രധാനമായിട്ടുള്ളൊരു ഒരു ഒരു ട്വീറ്റല്ലേ അത്. ഇവരുടെ എന്താണ് കാണിക്കുന്നത്, അത് നമ്മൾ വായിച്ചായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ടെലിവിഷൻ ചാനൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഓർക്കുന്നുണ്ടോ അന്ന് രാത്രി? അതേ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടതല്ലേ. അതായത് വംശഹത്യയ്ക്ക് വേണ്ടിയുള്ള ഒരു കോളാണ്. അദ്ദേഹത്തെ ഉടനെ ആ മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കാര്യം ഇപ്പോഴും മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാണ് ബീഹാറും. ഇലക്ഷൻ കമ്മീഷന് ആർക്ക് എതിരെ വേണം നടപടിയെടുക്കാം, അല്ലെങ്കിൽ കോടതി സുഖമായിട്ട് സ്വയം നടപടിയെടുക്കേണ്ട ഒരു കാര്യമായിരുന്നില്ലേ അത്. അതിൽ ഈ വലിയ തലക്കെട്ടുകൾ എഴുതിയ പത്രങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതുമാത്രമല്ല, ആ ദിവസം മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. 2014 നരേന്ദ്രമോദി ആദ്യമായിട്ട് കേന്ദ്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള വോട്ടാണ് എന്ന രീതിയിലാണ് നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്ത പല അപ്പോളജിസ്റ്റുകളും അന്ന് അവർ സ്വയം ന്യായീകരിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി, വികസനത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്ന രീതിയിൽ. എന്നാൽ 2015 മുഹമ്മദ് അഖ്ലഖ് എന്ന് പറഞ്ഞ് ഡൽഹിയിലടുത്ത്, യു പിയിലാണ് ദാദ്രി എന്ന സ്ഥലം, പക്ഷേ ഡൽഹിയിൽ നിന്ന് വളരെ ദൂരമല്ല, അവിടെ മുഹമ്മദ് അഖ്ലഖിൻ്റെ വീട്ടിൽ ഒരു അമ്പലത്തിൽ കുറേ രാഷ്ട്രീയക്കാർ, ഒരു BJP നേതാവിൻ്റെ മകനും മറ്റുള്ളവരും അമ്പലത്തിൽ നിന്ന് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യുന്നു, ഈ മുഹമ്മദ് അഖ്ലഖിൻ്റെ വീട്ടിൽ ഒരു പശുക്കുട്ടിയെ കൊന്നു എന്നും നമ്മളത് പോയി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരാ വീട്ടിൽ അകത്ത് കയറുന്നു. ഇവരെല്ലാവരും കൂടി അഖ്ലഖിനെയും മകനെയും പുറത്ത് വലിച്ചിറക്കി. അവർ ഫ്രിഡ്ജ് തുറക്കുന്നു, ഫ്രിഡ്ജിനകത്ത് മാംസമുണ്ട്. അപ്പോൾ അഖ്ലഖിനെയും മകനെയും വീട്ടിൽ നിന്ന് വലിച്ചിറക്കി അഖ്ലഖിനെ അടിച്ചു കൊല്ലുന്നു. അത് 2015 ഇന്ത്യയിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു സംഭവം. ഈ ലിഞ്ചിങ്, നരഹത്യ എന്ന് പറയുന്ന ആദ്യത്തെ ഇൻ്റർനാഷണൽ അറ്റൻഷൻ പിടിച്ചു പറ്റിയ ഒരു കേസായിരുന്നു ആ മുഹമ്മദ് അഖ്ലഖിൻ്റെ കൊലപാതകം. അതിനുശേഷം പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ ഈ ലിഞ്ചിങ് ഉണ്ടായി, വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നേരിട്ട്, എനിക്ക് തോന്നുന്നു 6-7 ദിവസങ്ങൾക്ക് ശേഷം അഖ്ലഖിൻ്റെ പേര് പറയാതെ മോദി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ സംസാരിച്ചെങ്കിലും പിന്നീട് പല സ്ഥലങ്ങളിലും നരഹത്യ ഇന്ത്യയിൽ സംഭവിച്ചു. ആ കേസ്, അതിനകത്ത് ഒരു BJP നേതാവിൻ്റെ മകനാണ് പ്രധാന പ്രതി. അപ്പോൾ ഈ ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വന്നതിൻ്റെ അന്ന് മറ്റൊരു വാർത്ത പുറത്തു വന്നു. അതായത് ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് ഗവൺമെൻറ്, നമ്മുടെ യോഗി ആദിത്യ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ, അദ്ദേഹം കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ 10 പേരാണ്, 11 പേര് ഉള്ള പ്രതികൾ, അവരെ എല്ലാവരെയും ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കാര്യം 3 കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷനിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് ഇന്നൊരു മാധ്യമ റിപ്പോർട്ടിൽ കാണുന്നു. അത് പറയുന്നത്, ഒന്ന്, ഈ അഖ്ലഖിൻ്റെ ഭാര്യയും മക്കളും പറഞ്ഞ ആളുകളുടെ എണ്ണത്തിൽ, എത്ര പ്രതികളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അഖ്ലഖും ഈ പ്രതികളുമായിട്ട് മുൻകൂർ വൈരാഗ്യമില്ല എന്ന്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇവർ പറഞ്ഞിരിക്കുന്ന വടിയും മറ്റ് ആയുധങ്ങളും കൊണ്ടാണ് അഖ്ലഖിനെ അടിച്ചത്, അല്ലാതെ തോക്കോ അങ്ങനെയുള്ള ഫയർ ആം ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. എന്ത് അപഹാസ്യമായ കാരണങ്ങളാണ്. അതായത് നമ്മുടെ വീട്ടിൽ ആളുകൾ ഇരച്ചു കയറി ഒരു മോബ് ഇരച്ചു കയറുമ്പോൾ ഭാര്യയും ഭർത്താവും കുട്ടികളും എത്ര പേരുണ്ടെന്ന് എണ്ണുകയാണോ നമ്മുടെ പ്രധാന ജോലി? അത് സ്വയം ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഖ്ലഖിൻ്റെ ആദ്യം 10 പേരുണ്ടെന്ന്, ഭാര്യ 10 പേരുണ്ടെന്ന് പറഞ്ഞു. അഖ്ലഖിൻ്റെ മകനും മകളും പിന്നീട് 9 പേരുടെ പേര് കൂടി ഈ പ്രതികളുടെ പട്ടികയിൽ കൂട്ടിച്ചേർത്തു. ഈ വിവരങ്ങളൊക്കെ അതായത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളൊക്കെ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്പൻസി എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഹൈ എക്സ്പ്ലോസീവായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണ്, വീട്ടിൽ കയറി നമ്മൾ ആളുകളെ ആക്രമിക്കുകയാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് എത്ര പേരുണ്ടെന്ന് എണ്ണുകയാണോ ആദ്യം വേണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതിനകത്ത് വരുന്നുണ്ട്. രണ്ടാമത്, മുൻകൂർ വൈരാഗ്യമില്ല എന്ന് പറയുന്നു. ആയിരിക്കാം, പക്ഷേ പലരും കേട്ടുകൊണ്ട് ഈ അമ്പലത്തിലെ മൈക്കിലൂടെയാണ് അവർ അനൗൺസ് ചെയ്തത് നമുക്ക് ആ വീട്ടിൽ പോകണം, പരിശോധിക്കണം എന്നുള്ള കാര്യം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് തോക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള. എന്ത് അപഹാസ്യമായ തോക്ക് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഒരാളെ വടി കൊണ്ടോ അല്ലെങ്കിൽ തച്ചു കൊല്ലുകയോ ചെയ്താൽ അത് തോക്ക് കൊണ്ട് കൊല്ലുന്ന പോലെയുള്ള ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ സർക്കാരുകൾ മാറിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇനി അത് കോടതി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, നമുക്കറിയില്ല എന്ത് പറ്റുന്നുള്ള കാര്യം. പക്ഷേ ഗുജറാത്തിൽ സംഭവിച്ച കാര്യം നമുക്കറിയാം. അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ 2002 നടന്ന വളരെ മൃഗീയമായ ഒരു ബലാത്സംഗ കേസിൽ ആ പ്രതികളെല്ലാം അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് മാപ്പ് എന്ന് വെച്ചാൽ ശിക്ഷ അഭിനയിച്ച് കുറേ കഴിഞ്ഞ് അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. അതും
എനിക്ക് തോന്നുന്നു ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെയും എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനോ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുവാനോ ഒന്നും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറല്ല. എന്നാൽ പ്രതിപക്ഷം പൈസ ചിലവാക്കി പൈസയും ആൾബലം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അതൊന്നും ചെയ്യാതിരിക്കുക. അതുമാത്രമല്ല ഈ BJP പറയുന്ന നറേറ്റീവ് അതുപോലെ അത് കേരളത്തിൽ തന്നെ ഞാൻ ചില 1-2 യൂട്യൂബേഴ്സ് അവർക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാമോ എന്ന് എനിക്കറിയില്ല. അവരൊരിടത്തും അവരങ്ങ് ബീഹാറിൽ പോയതായിട്ടും പറയുന്നില്ല. പക്ഷേ അവർക്ക് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയാം. ഇതെന്തൊരു ദിവ്യശക്തിയാണിത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിനകത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ പോലെ സ്ഥലത്തിനകത്തിരുന്ന് ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇത്ര വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് BJPക്ക് വോട്ട് ചെയ്തതെന്നറിയാം. അപ്പോൾ ഇത് വിഴുങ്ങാൻ വേണ്ടി അപ്പം നമ്മൾ ആളെ വിഡ്ഢികളാക്കുന്നുള്ള വേറെ കാര്യം, ഇത് വിഴുങ്ങാൻ വേണ്ടി കുറേ ആളുകളുമുണ്ട്. അതുപോലെ വേറൊരു നിരീക്ഷകൻ പറയുന്ന കേട്ടു, നരേന്ദ്രമോദിക്കെതിരെ ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ല. അദാനിക്കെതിരെ വരുന്ന ഓരോ അഴിമതി ആരോപണം നരേന്ദ്രമോദിക്കുള്ള അഴിമതി ആരോപണം തന്നെയാണ്. അത് മാത്രമല്ല മറ്റു പാർട്ടികളിൽ നിന്ന് BJPക്ക് പോകുമ്പോൾ ഈ നമ്മൾ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് ആർക്കെതിരെയുള്ള നരേന്ദ്രമോദിയും അമിത്ഷായും അല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് BJPയിൽ. അപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്ന് അഴിമതി ആരോപണം നേരിടുന്നവരെ ഇങ്ങോട്ട് വിളിക്കുകയും പിന്നീട് കേസൊന്നും ഉണ്ടായിരിക്കില്ല, അത് അഴിമതിയല്ല, പിന്നെ എന്താണ്, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ദിവ്യത്വമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറല്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ബീഹാർ ഇലക്ഷനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ സംശയങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി അതിനൊരു ക്ലോഷർ ഉണ്ടാകുന്ന വരെ ആസ് ഓഫ് നോ ഇപ്പോൾ അതിന് ക്ലോഷർ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെ വിശ്വസിക്കുക ഇങ്ങനത്തെ രീതിയിലാണ് മാധ്യമങ്ങൾ ഒരു നിലപാടെടുക്കുന്നതെങ്കിൽ അവർ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനോ അതിന് റിസോഴ്സസോ ആൾബലമോ നൽകാൻ തയ്യാറാവുമെന്ന് പ്രതീക്ഷയ്ക്ക് വകയില്ല. അപ്പോൾ ഇനിയുള്ളത് പ്രതിപക്ഷ പാർട്ടി രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യും എന്ന് കാത്തിരിക്കാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ.